കത്തോലിക്ക കോൺഗ്രസ് ദേശീയ സമ്മേളനത്തിന് നാളെ മുംബൈയിൽ തുടക്കമാകും. കല്യാൺ അതിരൂപതയുടെ ആതിഥേയത്വത്തിൽ ഓഗസ്റ്റ് 1, 2 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സാമൂഹിക ശാക്തീകരണത്തിനും പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ഊന്നൽ നൽകുന്നതാണ് ഇത്തവണത്തെ സമ്മേളനം. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ സമ്മേളനം ഓഗസ്റ്റ് 1, 2 തീയതികളിലായി മുംബൈയിൽ നടക്കും. ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കൂടിച്ചേരലാണ്. പോളിസി മേക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സമുദായ ശാക്തീകരണം രാഷ്ട്രപുരോഗതിയിലേക്ക് എന്ന മുദ്രാവാക്യവുമായി 108 വർഷത്തെ സുദീർഘ ചരിത്രമുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. സീറോ മലബാർ സഭ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് അത് ഉദ്ഘാടനം ചെയ്യുക. ഇന്ത്യയിൽ നിന്നുള്ള 7-8 അഭിമന്യ പിതാക്കന്മാരിൽ പങ്കെടുക്കുന്നു. ലേറ്റി ലീഡേഴ്സ് പങ്കെടുക്കുന്നു. പൊളിറ്റിക്കൽ ലീഡേഴ്സ് പങ്കെടുക്കുന്നു. സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലെ പിന്നോക്കാവസ്ഥയും ന്യൂനപക്ഷ അവകാശ സംരക്ഷണവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും രാജീവ് വ്യക്തമാക്കി. ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റീസ് അറ്റാക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ, അതെന്താണ് നമുക്കൊരു പരിഹാര മാർഗം എന്നുള്ള ചിന്തകൾ. ദേശീയ തലത്തിൽ സഭയ്ക്കും സമുദായത്തിനും പുതിയ ദിശാബോധം നൽകുന്ന തീരുമാനങ്ങൾക്ക് സമ്മേളനം വേദിയാകുമെന്ന് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയിൽ പങ്കാളികളാകാൻ ക്രൈസ്തവ സമൂഹം ഇതാണിതുവരെ ചെയ്തതുപോലെ തന്നെ കൂടുതൽ സജീവമായ രാഷ്ട്രപുരോഗതിയിൽ പങ്കാളികളാകുന്നതിനുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടി, അതിൻ്റെ ഒരു തയ്യാറെടുപ്പോട് കൂടി, എന്നാൽ സമുദായ ശാക്തീകരണത്തിന് ശക്തമായ പ്രഖ്യാപനങ്ങളും റോഡ് മാപ്പും, മുന്നോട്ടേക്ക് എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച റോഡ് മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ വെച്ച് തീരുമാനിക്കപ്പെടും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിനായി വലിയ ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നതെന്ന് സജീവ് വർക്കി, രാജീവ് തോമസ് എന്നിവർ വ്യക്തമാക്കി. സാമൂഹ്യനീതിയും സമുദായ ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള പുതിയ പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് മുംബൈയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പ്രതിനിധികൾ വ്യക്തമാക്കി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.